ഇതെന്തോന്ന് മഴ ഇത്? എന്തൊരു മഴ ഇത്! നിന്നെ എത്ര സമയം ഞാൻ വെയിറ്റ് ചെയ്യണോടാ? ഭയങ്കര മഴയായതുകൊണ്ട് ഞാൻ പയ്യാണ് വന്നത്. പയ്യെ. മഴ തോരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരാഞ്ഞത്. 8:30 മണിയായപ്പോ അവിടെ നിൽക്കാൻ തുടങ്ങിയതാ. നിനക്ക് വരാൻ ഒന്നും പറയുന്നില്ല. ഇവിടെ വാ. എടാ, മമ്മി നിന്നെ വിളിച്ചായിരുന്നോ? ഉച്ചക്കത്തെ വിളിച്ചെന്ന് തോന്നുന്നു. എനിക്കെന്തോ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചില്ല. അവരെന്ന് വരുമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ നെക്സ്റ്റ് മന്ത് വരുമെന്നാ പറഞ്ഞത്. നീ കഥ ഉറക്ക് വേഗം. എന്തൊരു മഴ ഇത്! ആ ഫാൻ ഒന്ന് ഇട്ടേ. ഇന്ന് ഓഫീസിൽ നിറയെ വർക്ക് ഉണ്ടായിരുന്നു. ഭ്രാന്തെടുത്തു. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. എനിക്ക് വല്ലതും ഉണ്ടോ? ഫുഡൊക്കെ റെഡിയാണ്. എന്താ വിശക്കണ? എനിക്ക് പിന്നെ വിശക്കൂലേ? എന്തെങ്കിലും വേണ്ട, എടുക്ക്. കൊണ്ടുവരാം. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അടുത്ത് ഫുഡ് എടുക്കാനല്ലേടാ പറഞ്ഞത്? നില്ല, അത് പറയാം. തുടങ്ങി അവന്റെ തള്ളു. ചേച്ചി പറയുന്നതൊന്ന് കേക്ക്. എന്താ പറ. ചേച്ചി, ഞാൻ സീരിയസ് ആയിട്ട് പറയണം. എന്റെ കൂട്ടുകാരൻ നിഖിലുണ്ടല്ലോ, അവൻ എനിക്കൊരു സാധനം തന്നു. എന്നിട്ട് ആ സാധനം വീട്ടിൽ വെച്ചാ പ്രേതം വരുമെന്നൊക്കെയാണ് പറയണത്. അവന്റെ പേരെന്താ നീ പറഞ്ഞത്? നിഖില്. 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 അവൻ വലിയ മണ്ടൻ. അവനേക്കാളും വലിയ മണ്ടനാണ് നീ. എടാ, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കൂടാ മണ്ട. ചേച്ചി, അവൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. അത് വീട്ടിൽ വെച്ച് റിയൽ ആയിട്ട് പ്രേതം വരുമെന്ന്. ആയിക്കോട്ടെ, എന്നാ പിന്നെ നീ ആ സാധനം എടുത്തിട്ട് വാ, ഞാൻ നോക്കട്ടെ. ഞാൻ എടുത്തോണ്ട് വരാം. ചേച്ചിക്ക് ബോധ്യമാവുമല്ലോ. ഇത് കണ്ട? ഇതാണ്. ഇത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലല്ലോ. തോന്നൂല. ലൈറ്റിൻ്റെതാടാ. ലൈറ്റ്. ഇത് കണ്ടിട്ട് ലൈറ്റ് ആയിട്ട് തോന്നുന്നു. ഇത് അവൻ എവിടുന്ന് കിട്ടിയത്? കോളേജിലെ എക്സ്പെരിമെന്റിന് കൊണ്ടുവന്നതാണ്. ഭയങ്കര പവറുള്ള സാധനമാണെന്ന് അവൻ പറഞ്ഞത്. ഇതൊക്കെ ദൂരെ കൊണ്ട് കളഞ്ഞിട്ട് എനിക്ക് ഫുഡ് എടുത്തിട്ട് വന്നേ. ചുമ്മാ ഓരോ ഭ്രാന്ത് കാണിക്കാൻ വേണ്ടിട്ട്. ഞാൻ പറയാനുള്ള പറഞ്ഞു കേട്ടാ. ചേച്ചി, ഇവ ഇതുവരെ ഉറങ്ങിയിട്ടില്ലേ? ഇവൻ ഇന്ന് ഞാൻ ഉറങ്ങിയാണല്ലോ. പിന്നെ ആരെങ്കിലും വന്ന് വിളിച്ചു. എനിക്ക് തോന്നിയതായിരിക്കും. എന്തോന്ന് ചേച്ചി? ഒരു കാര്യം പറയാനുണ്ട്. വന്നിട്ട് തോന്നിയ ചേച്ചിയുടെ ഒരു കാര്യം ഉറങ്ങാൻ സമ്മതിക്കില്ല. വന്നിട്ട് ചേച്ചിയുടെ പോയി. ചേച്ചി ഉണ്ടായിരുന്നല്ലോ. എപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ.
ചേച്ചി ചേച്ചി കഥ തുറക്ക്. ചേച്ചി ചേച്ചി ഇപ്പൊ എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ നിന്നെ വിളിക്കാനോ? നീ അല്ലേടാ എന്നെ നേരത്തെ വന്ന് വിളിച്ചത്. ഇത് പൊന്നി ചേച്ചി, ഞാൻ വിളിച്ചിട്ടില്ല. വിളിച്ചില്ലേ? സത്യമായിട്ട് നീ എന്നെ വിളിച്ചില്ല? സത്യമായിട്ട് ഞാൻ വിളിച്ചില്ല ചേച്ചി. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരരുത്. ഇത്രയും ദിവസം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോടാ? ഇപ്പൊ നിനക്ക് സമാധാനായോ? ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള സാധനം ഇവിടെ കൊണ്ടുവച്ചാൽ പ്രേതം വരുമെന്ന്. എടാ, എന്തിനാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത്? ഇപ്പൊ ഈ വീട്ടിൽ നീ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഈശ്വരൻ ആരുടെ കൂട്ടിത്തരം. സത്യം നീ പറഞ്ഞത്, അവിടെ ആരോ നിൽക്കുന്നുണ്ട്. ആ സാധനം ഏതെങ്കിലും ഇങ്ങോട്ട് കാണുക. കേട്ടില്ല? ആ സാധനം എന്തായിട്ടോ